അതെ, ക്രിസ്മസ് അല്ലേ വരുന്നത്. അപ്പൊ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഷൂട്ടായിട്ടൊന്നുമില്ല, ഫോണിൽ തന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ ഒരു അമ്പലത്തില് അമ്പലത്തിൽ ഉത്സവം ഉണ്ടാകുന്ന സമയത്ത് റോഡുമേൽ മുഴുവനായിട്ട് ഈ ലൈറ്റ് ഇട്ട് വെക്കും കേട്ടോ. ഇതേപോലെയുള്ള ലൈറ്റ് ഏകദേശം ഒരു 2 കിലോമീറ്ററോ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അത്രത്തോളം ഈ ലൈറ്റുകളായിരിക്കും ഉണ്ടാവുക. പലരും റീല് കണ്ടിട്ടുണ്ടാവും, കോഴിക്കോടുള്ള റീല്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവുക. അപ്പൊ 12 മണിക്ക് ശേഷം പോവുക വെച്ചാൽ ആൾക്കാർ കുറവുണ്ടാവില്ല. മറ്റേ ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പൊ ഇത് കുറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 12 മണിക്ക് ശേഷം പോവുക. അപ്പൊ എന്റെ കമ്പനിക്കാര് കൂടെ പോരുകയെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഒരാള് പറഞ്ഞു നമുക്ക് ട്രാവലർ എടുത്ത് പോവാം, അതാവുമ്പോ നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കുകയും ചെയ്യാം, എനിക്ക് ഓടിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നിലവിലിപ്പോ നമ്മൾ ട്രാവലറിലാണ് അങ്ങോട്ട് പോകുന്നത്. കുറച്ചങ്ങോട്ട് എത്തിയിട്ട് നിങ്ങൾക്ക് എന്നെ ഡ്രൈവർ സീറ്റ് കാണാം. അതുവരെ ഒന്ന് ക്ഷമിക്കുങ്ങള്. അവിടെ എത്തിയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളും ആ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഏതൊരു ദേവീക്ഷേത്രം കേട്ടോ, ദേവീക്ഷേത്രം കറക്റ്റ് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഇനിയിപ്പോ ജസ്റ്റിന് ക്ഷേത്രത്തിൽ കയറിയിട്ട് റീൽ എടുത്തെന്നൊന്നും പറയാൻ നിൽക്കണ്ട, ഇത് റോഡുമേലാണ് അവർ അലങ്കരിച്ചത്, അതും ഞാൻ പറഞ്ഞേക്കാം. ഇനി ജസ്റ്റിന് ഹൈന്ദവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ പോയി എന്നൊന്നും പറയാനൊന്നും നിൽക്കണ്ട, കാരണം ഇത് റോഡുമേല് അവര് ഡെക്കറേറ്റ് ചെയ്ത സംഭവമാണ്. അപ്പം എന്നിട്ട് ട്രാവലറിൽ ഒരു പ്രതീക്ഷിക്കാത്തൊരു യാത്ര. ഞങ്ങൾ കാർ എടുത്തിട്ട് പോകാനായി വിചാരിച്ചത്. അപ്പൊ കമ്പനിക്കാരനെ കൂട്ടാൻ വന്നപ്പം അവന്റെ കമ്പനിക്കാരനോട് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു നമ്മൾ ട്രാവലർ എടുത്ത് പോകുക, അതാകുമ്പോ ഒരു വൈബ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. ആ വൈബിലേക്കാണ് നിങ്ങളെയും കൂടെ കൂട്ടുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നാ പിന്നൊന്ന് ഷോഫ് കളിച്ചാലോ ബാപ്പൂരി. അങ്ങനെ ഉള്ളേരി തൊട്ടിട്ട് കോഴിക്കോട് തെറ്റോളം ഞാനാട്ടോ വണ്ടി ഓടിച്ചത്. അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു വണ്ടി പോയപ്പം അവരോട് പോയിക്കോളാൻ പറഞ്ഞതാണ്. ഡോറ് തുറക്കുമ്പോൾ അവർക്കൊരു വിഷയമാവുമല്ലോ. അപ്പം ഞാനിതെന്ന് വെച്ചാൽ റീലിന് വേണ്ടിയിട്ട് എടുത്തൊരു സംഭവമാണേ. അപ്പം ഞാൻ വിചാരിച്ചു ഓൺ വോയിസ് കൊടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിപ്പിച്ച് തന്നേക്കാം എന്ന് കരുതിയിട്ട് ചെയ്യുന്നൊരു വീഡിയോയും കൂടിയാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഡ്രൈവിങ് എന്ന് പറയുന്നൊരു സംഭവം. ഞാൻ പറഞ്ഞല്ലോ, വാപ്പ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, ലോകത്തിൻ്റെ ഏതൊരു കോണിൽ പോയാലും ഡ്രൈവിങ് അറിയെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കൂല എന്നുള്ള ഒരു കാര്യം. ആ ഒരു കാര്യത്തെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എൻ്റെ കമ്പനിക്കാരൻ്റെ വണ്ടിയാണ് ഇത്. അവർക്ക് വണ്ടിയുടെ വീഡിയോയും എടുക്കണം, എനിക്കും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഇങ്ങനൊരു പ്ലാനിട്ട് പോയതാണ്. പെട്ടെന്നുള്ളൊരു പ്ലാനാണ് ട്രാവലർ എടുത്ത് പോവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോയതാണ്. ഇനി ഞാൻ ട്രാവലർ കൊണ്ടുപോകുന്നു മൊത്തമായിട്ട് കണ്ടിട്ടില്ല എന്ന് ആരും പറയണ്ട കേട്ടോ. മൊത്തമായിട്ടും ചില്ലറയായിട്ടും ഒക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, കണ്ടോളൂ എന്ന് കരുതിയിട്ട്. ഇനി കണ്ടില്ലെന്നാരും പരാതി പറയരുത് കേട്ടോ. ജസ്നക്ക് കൃഷ്ണനെ വരെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഇത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഷോർട്സ് വീഡിയോസ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ള സകല വീഡിയോസും കാണാവേ. അങ്ങനെ വണ്ടി ഓടിച്ച് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. ചെറിയ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നതായിരിക്കും മിക്കതും നിങ്ങളൊക്കെ കാണലുള്ളത്. വലിയ വണ്ടി ഓടിക്കാനും എനിക്കറിയാം. ഇനി എനിക്ക് ഹെവി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാവരും MVDക്ക് ടാഗ് ചെയ്യണം കേട്ടോ. ആരും വിട്ടുപോകരുത്, ഒരാൾ പോലും വിട്ടുപോകാണ്ട് ടാഗ് ചെയ്യണേ. അപ്പം ബാക്കിയുള്ള MVD തീരുമാനിച്ചോട്ടെ. എന്താ, ഞാനും MVDയും തമ്മിലല്ലേ, അത് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളാം കേട്ടോ. അപ്പോൾ എനിക്ക് ഹെവി ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ച് MVDക്ക് അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റെ വകയായിട്ടൊരു ഗിഫ്റ്റ് തരുന്നതാണ്. പിന്നെ ട്രാവലർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഹെവി വേണ്ടല്ലോ, വേണ്ട, ഇതിന് വേണ്ടല്ലോ. ട്രാവലർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഹെവി വേണ്ടതാണ് കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം.
അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സും ഉണ്ട് കൂടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഓൺ വോയിസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കാർ ഓടിക്കുമ്പോൾ മാത്രമേ ഓൺ വോയിസ് തന്നിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ ട്രാവലർ ഓടിക്കുമ്പോൾ ഒരു ഓൺ വോയിസ് തന്നേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തരികയാണ്. എന്തിനുള്ളതാണെന്നറിയോ? പലർക്കുള്ളൊരു മറുപടിയാണ്. കാരണം കൃഷ്ണനെ വരെ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഉള്ള ഉത്തരാണ് ഈ കാണുന്നത്. വാപ്പ നല്ല അസലായിട്ട് ഷെയറിങ് പിടിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പട്ടിണി എടുക്കാണ്ട് കുടുംബം പോറ്റാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ട്. അതുള്ളിടത്തോളം കാലം, ഡ്രൈവിംഗ് അറിയുന്നിടത്തോളം കാലം ലോകത്തിന്റെ ഏതൊരു കോണ് പോയാലും പട്ടിണി കിടക്കൂലെന്ന് വാപ്പ പഠിപ്പിച്ചു തന്ന ആ ഒരു വാക്ക് മതി മക്കളെ ജീവിതത്തിൽ തളരാതെ മുന്നോട്ട് പോകാൻ. അപ്പൊ പലർക്കും സംശയം ഉണ്ടായിരുന്നല്ലോ, കൃഷ്ണനെ വരെ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിച്ച ആൾക്കാരോടാണ് പറയുന്നത്, വണ്ടി ഓടിക്കും മല്ലയ്യ. അത് ഹെവിയായി, എന്താ പറയാ, 4 വീലറായി, 3 വീലറായി, 6 വീലായി എല്ലാം ഓടിക്കും. നോ പ്രോബ്ലം. ബസ് വരെ ഓടിക്കും. ഇനി അടുത്തത് ലോറിയിലാണ്. അത് ഞങ്ങള് നിങ്ങൾ വിചാരിക്കും പോലെ ഇവിടുന്ന് കോഴിക്കോടേക്കൊന്നല്ല, ബോംബെയിലേക്ക് പോവുകയാണ് ലോറി എടുത്തിട്ട്. എത്ര വീലാടാ? 14 വീലും കൊണ്ട്. ഇനി അടുത്ത വീഡിയോ നിങ്ങൾ അതായിരിക്കും കാണാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഓർഡർ ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ ടെൻഷനാവുന്ന ചില ലെവലുമാരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ആയിട്ട് പറയാണ്, നിങ്ങൾ ബേജാറാണ്ട കോയ, വേറെയും പണി അറിയാവുന്നതാണ്, നിങ്ങൾ ടെൻഷനേ ആവണ്ട കേട്ടോ. അതുകൊണ്ട് അതാണ്. ഇനിയിപ്പം അമ്പലത്തിന്റെ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അതും കൂടിയും നിങ്ങൾക്ക് ഇതിൽ കാണാം. ഏതായാലും അപ്രത്യക്ഷമായിട്ടാണ് ട്രാവലർ എടുത്തിട്ട് ഇങ്ങനെ ഒരു പോക്ക് പോകുന്നത്. അപ്പോ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ വരയ്ക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഉള്ള ഉത്തരാണ്. മോനെ ഒന്ന് പുറകോട്ടൊന്ന് കാണിച്ചെടുത്തേ. മോളെ തല താത്തടി. ട്രാവലർ തന്നെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കണല്ലോ. ഇനി ഇവര് പറയുമോ ഓട്ടോറിക്ഷയ്ക്ക് സ്റ്റിയറിംഗ് വെച്ചതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഉണ്ടാവേ. അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ടൊന്ന് ബാക്കോട്ടൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് എവിടുന്ന് എങ്ങോട്ടഴിഞ്ഞു? നമ്മള് അപ്പുറം പോയിട്ട് കേറണ്ടേ റൈറ്റിലേക്ക്, കൊയിലാണ്ടി റോഡിന്. അപ്പം എല്ലാരോടും ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ. ഇവിടുന്ന് റൈറ്റ്, അവിടെയല്ലേ ഇവിടെ റൈറ്റ്? ഞാൻ അങ്ങോട്ടാക്കി. നമ്മൾ അമ്പലത്തിന്റെ കവാടം കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അമ്പലം വരുന്നത് ഇതാട്ടോ, ഇതാണ് അമ്പലം വരുന്നത്. അപ്പം ഇവിടെയുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു ഫ്രണ്ട് അടുത്തതല്ലല്ലോ അമ്പലോ. ഇവിടെ അങ്ങോട്ടാലേ, സോറി മാറിപ്പോയതാണ്. ഇതാലേ ജോസേരി
ഈ നമ്മള് വിചാരിക്കും ഇതൊക്കെ കഴിഞ്ഞൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇനിയൊന്നും അങ്ങോട്ട് വേറെ വെറൈറ്റിയാണ്. മുയല്, ചെണ്ടകൂട്ട്, അങ്ങനെ നമ്മള് പുതിയാപ്ര എത്തിയിട്ടുണ്ട്. ദേവീക്ഷേത്രമാണ്. ഇത് കാണാൻ വേണ്ടിട്ടാട്ടോ ഈ നട്ട പാതിരാത്രിക്ക് നമ്മൾ പോകുന്നത്. ഓടിച്ചു വന്ന വണ്ടി ഇതാണ്. എൻ്റെ കമ്പനിക്കാരൻ്റെ വണ്ടിയാണ്. പിന്നെ കമ്പനിക്കാരന് മാത്രമല്ല നമ്മുടെ കരുണേട്ടനുണ്ട്. കരുണേട്ടനുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. വണ്ടി ഇതാണ്. ഇഷ്ടമായ എല്ലാവർക്കും. ഇനി കുറച്ചൊന്ന് റീലെടുക്കണം. എനിക്കറിഞ്ഞൂടൊന്നു. എടാ നീ വണ്ടിന്റെ മുതലാളിയല്ലേടാ? അല്ല നീ എന്ത് വിചാരിച്ചിട്ട് എനിക്ക് വണ്ടി തരിക? അല്ല ഇവനാ എനിക്ക് വണ്ടി തന്നെ. ഇവൻ എന്ത് വിചാരിച്ചിട്ട് എനിക്ക് വണ്ടി തരിക? എനിക്ക് ലൈസൻസ് പോലും ഇല്ല ചെങ്ങായി. ലൈസൻസ് പോലും ഇല്ലാത്ത എനിക്ക് വണ്ടി തന്നത് ഇവനാട്ടോ. നാളെ തന്നെ എന്നെ ആദ്യം വിളിപ്പിക്കൂ. പറയടാ. ഇല്ലാന്ന് പറയടാ. ലൈസൻസ് ഒന്നുമില്ല. അതെന്താന്ന് വെച്ചാല് ഇവര് ആർട്ടിഒക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടുള്ള. അല്ല ഇതിന് ഹെവി വേണ്ടടാ, നോർമൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയി വീഡിയോ എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഷൂട്ട് തുടങ്ങിട്ടോ. അവിടുന്ന് നമ്മൾ കുറച്ച് സ്നോൻ്റെ സംഭവമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഉപയോഗിക്കുന്ന സാധനമൊക്കെ ഉപയോഗിച്ചിട്ട് ഒക്കെയാണ് ചെയ്തത്. പക്ഷേ എൻ്റെ പൊന്നോ ഭയങ്കര റിസ്ക് ആയിരുന്നു. ഡ്രസ്സിന് ഭയങ്കര ലെങ്ത്തായിരുന്നു. ലെങ്ത്ത് കാരണം എത്ര സമയം ഞാൻ വിൽക്കാൻ പോയി എന്നറിയോ. എന്തോ ഭാഗ്യത്തിന് എൻ്റെ പല്ലൊക്കെ തിരിച്ച് കിട്ടിയെന്ന് പറയാം. അപ്പോൾ ലെങ്ത്ത് കട്ട് ചെയ്താലും സ്വീപ്പായി പോവുമായിരുന്നു. 8 ഇഞ്ചിൻ്റെ ചെരുപ്പാണ് ഇട്ടത്. എന്നിട്ട് പോലും എനിക്ക് അങ്ങനെ. ഈ റീലൊക്കെ ഏതാണെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇൻസ്റ്റ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് വീണ് പല്ല് പോയിട്ടില്ല എന്ന് പറയാം. ഡ്രസ്സിൻ്റെ മുകളിൽ ചവിട്ടി പോവുക ഗൈസ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ പിന്നെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പുതിയാപ്രൻ തിരിച്ച് മടങ്ങിയിട്ടോ. അപ്പോൾ മിസ്റ്റർ ദറം ഒരു പാട്ട് പാടല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ കമ്പനിക്കാരനൊന്നും നോക്കിയില്ല. ഓനെ കൊണ്ടാവുന്ന രീതിയിൽ അവനൊരു അങ്ങോട്ട് കീച്ചി. ആ കീച്ചൽ കീച്ച് ഞങ്ങളൊക്കെ 4-5 പേര് ഉറങ്ങിയെന്ന് കണ്ട സമയത്ത് അവനുമെല്ലാം ആ പാട്ട് അവിടെ നിർത്തി. അങ്ങനെ ഇതവൻ കാണുമ്പോൾ പാവം. ഞാൻ അവനെ ട്രോളിയ കാര്യം അവനപ്പേ അറിയുള്ളൂ. ഏതായാലും വീഡിയോസൊക്കെ ഉഷാറായിട്ട് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേറൊരാളെ വിളിച്ച് നിൽക്കുന്ന ഒരാളെ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ആദ്യം
അവിടുന്ന് ഒരു 2 കൈ വന്നു. അപ്പോൾ ഇതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല അടിപൊളിയിൽ ഉറക്കെ പാട്ടൊക്കെ വെച്ച് നേരെ വീട്ടിലോട്ട്. നമ്മൾ അരുണേട്ടൻ ബ്ലൈൻഡാന്ന് തോന്നുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിൽ വന്ന് കണ്ണൊക്കെ ചോന്ന് കിട്ടോ. ഇത് എന്താ അതിന് പറയാ അരു? ആ സാധനം അടിച്ചത് വണ്ടി ദേ ഇവിടെ കിടക്കുന്നുണ്ടേ. ഇനി ഞാൻ വണ്ടിയല്ല ഓടിച്ചത്, വണ്ടിയുടെ ഫോട്ടോ ഓടിച്ചതാന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. വണ്ടി ഇവിടെ ഉണ്ട്. കമ്പനിക്കാരിവിടെ ഉണ്ട്. അരുണേട്ടൻ അതാ അവിടെ ഉണ്ട്. അരു ഇങ്ങോട്ടോക്ക്. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ പുലർച്ചെയാണ്. ഇനി എല്ലാവർക്കും വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്രിസ്മസിൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് സലീം.